ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഓരോ വ്യക്തികളുടെയും ജീവിതം വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതുവരെ അനുഭവിച്ച കാര്യങ്ങൾ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുമെങ്കിലും ഇനി വരാനുള്ള നാളുകളിലെ ജീവിതാനുഭവങ്ങൾ ഒരുപക്ഷെ നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ തൊടുകുറി ശാസ്ത്രം അതിനെ വളരെ ലളിതമായ രീതിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മുൻകൂട്ടി കാണിച്ചു തരുന്നതാണ്. അതുകൊണ്ട് തന്നെ തൊടുകുറി ശാസ്ത്രത്തെ വളരെ ശാസ്ത്രീയമായ രീതിയിലും വളരെ വിശ്വാസപൂർണമായ രീതിയിലുമാണ് നിങ്ങൾ സമീപിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ തീർത്തും സത്യസന്ധമായിരിക്കും. തൊടുകുറി ശാസ്ത്രം എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായ ഒരു ശാസ്ത്രം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും വളരെ മനസ്സർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദേവീ ദേവന്മാരെ മനസ്സിൽ സദാ സ്മരിച്ചുകൊണ്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന 2 ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം സെലക്ട് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാകുന്നു, നിങ്ങൾ 2 ചിത്രങ്ങളും ഒരേ സമയം സെലക്ട് ചെയ്യാൻ പാടുള്ളതല്ല. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന, നിങ്ങളുടെ മനസ്സ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ചൂണ്ടിക്കാട്ടുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ കണ്ണടച്ച് ചിത്രങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച് നിങ്ങളുടെ ഇഷ്ടദേവീ ദേവന്മാരെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ആ തിരഞ്ഞെടുത്ത ചിത്രത്തിൻ്റെ ഫലങ്ങൾ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ ഫലങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും. മനസ്സാ അർപ്പിച്ചുകൊണ്ട് നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ളൊരു ഫലമായിരിക്കും ലഭിക്കുക. അപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രങ്ങൾ പ്രകാരമുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങളാണ് ഇനി പറയുന്നത്. വളരെ നിശ്ചയദാർഢ്യത്തോടെ ജീവിക്കുന്ന വ്യക്തിത്വമാണ് നിങ്ങൾക്കുള്ളത്. ഉറച്ച തീരുമാനത്തോടെയും മനസ്സോടെയും ഒരുവിധം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന ആളുകളാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു. പല അവസരങ്ങളിലും നിങ്ങൾ പതറിപ്പോകാറുണ്ട് എന്നർത്ഥം. ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ കഴിവുള്ളവരും അത്തരം ശ്രമങ്ങൾ മടികൂടാതെ നടത്തുന്നവരുമാണ് നിങ്ങൾ. ഏതു കാര്യത്തിലും വളരെയധികം ശ്രദ്ധാലുക്കളാണ് നിങ്ങൾ. മറ്റുള്ളവർക്ക് പ്രയാസകരമെന്ന് തോന്നുന്ന ഏതൊരു കാര്യവും വളരെ എളുപ്പത്തിൽ സുഗമമായി ചെയ്തു തീർക്കാൻ കഴിവുള്ളവർ കൂടിയാണ് നിങ്ങൾ. ചില പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇത് സാധിക്കാതെ വരുന്നു എന്നതാണ് വിഷമകരമായ മറ്റൊരവസ്ഥ. ഇഷ്ടദേവൻ്റെയോ ദേവിയുടെയോ അനുഗ്രഹാശിസുകൾ കൊണ്ട് ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഈശ്വരാധീനം വളരെ കൂടുതലുള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം പ്രതിസന്ധികൾ തലകീഴായി മറിഞ്ഞിട്ടും ഇന്നും നിങ്ങൾ ആയുസ്സിനെ കോട്ടം തട്ടാതെ ഇവിടെ നിലനിൽക്കുന്നത് പോലും. അത്ഭുതകരമായ പല നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു. മത്സര ബുദ്ധിയോടെ എല്ലാ കാര്യങ്ങളും നേടാനുള്ള സാധ്യതയും കാണുന്നു. വിദേശവാസത്തിനുള്ള അനുകൂലമായ സമയമാണ് ഇത്. കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുവാനായി പോകുന്നു എന്നർത്ഥം. നിങ്ങളുടെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പല കാര്യങ്ങളും ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതാണ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് കൂടെ നിന്ന് വേണ്ട വിധത്തിൽ സഹായിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു സമയത്ത് ഒരു ആശ്വാസവാക്ക് പറയാൻ പോലും ഒരാളെ കൊണ്ടും നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല. ഇത്തരക്കാരായ മക്കളും കുടുംബാംഗങ്ങളും ജീവിത പങ്കാളിയും സുഹൃത്തുക്കളുമൊക്കെയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഒന്നും ഇവർ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. ധനാഗമനത്തിനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടേണ്ട പൈസ അത് നിങ്ങളെ തേടി എത്തുന്നതാണ്. പല രീതിയിലുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. മറ്റുള്ളവരെ നല്ല രീതിയിൽ മനസ്സിലാക്കി പെരുമാറുക. നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്ന ഒട്ടനവധി ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അവരെ നിങ്ങൾ വിട്ടുകളയുക.
വിചാരിക്കാത്ത അനാവശ്യ ചിലവുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഇത് നിങ്ങളെ നല്ലപോലെ പ്രയാസപ്പെടുത്താറുമുണ്ട്. ഈ അടുത്ത കാലത്ത് പല സാഹചര്യങ്ങൾ കൊണ്ടും ശത്രുശല്യം നല്ലപോലെ വന്നു ചേർന്നിട്ടുണ്ട്. ഇതിൽ പലരും ഒരു സമയത്ത് നിങ്ങളോട് വളരെയധികം കൂറു പുലർത്തിയവർ ആയിരുന്നു. നിങ്ങളുടെ വളരെ ചെറിയ രീതിയിലുള്ള വളർച്ച പോലും അവരിൽ അസൂയ ഉളവാക്കിയിട്ടുണ്ട്. സാമ്പത്തിക പരാധീനതകളും കുടുംബ പ്രശ്നങ്ങളും നിങ്ങളെ നല്ല രീതിയിൽ പ്രയാസപ്പെടുത്തുന്നുണ്ട്. എന്തു തന്നെ ബുദ്ധിമുട്ടുകളുണ്ടായാലും മറ്റുള്ളവരുടെ മുന്നിൽ ഒരു തുറന്ന പുസ്തകമാകാൻ ആഗ്രഹിക്കുന്നവരല്ല നിങ്ങൾ. പല രീതിയിലുള്ള അപകടങ്ങളും നിങ്ങളെ തേടിയെത്തിയിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ കടന്നു വന്നേക്കാം. ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ സ്വപ്നത്തിലൂടെ കണ്ട് ഫലപ്രാപ്തിയിൽ എത്താൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. ജീവിതത്തിൽ വളരെയധികം അടുക്കും ചിട്ടയും നിലനിർത്താൻ നല്ലതുപോലെ പരിശ്രമിക്കുന്നവരാണ്. നിങ്ങളുമായി സംസാരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്കൊരു പോസിറ്റിവിറ്റി പ്രദാനം ചെയ്യാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളെ പരിഹസിക്കുകയും കളിയാക്കുകയും വഞ്ചിക്കുകയും ചെയ്തവർക്കെല്ലാം തങ്ങളുടെ തെറ്റ് മനസ്സിലാവുകയും തെറ്റിദ്ധാരണകളൊക്കെ മാറി നിങ്ങളിലേക്ക് അടുക്കുന്നതായും കാണാവുന്നതാണ്. എത്ര വലിയ ശത്രു ആയാലും അവരോടെല്ലാം ക്ഷമിക്കുവാനും പൊറുക്കുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. വളരെയധികം പ്രശംസനീയമായ ഒരു കാര്യം തന്നെയാണ് ഇത്. യാത്രകൾ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. നിങ്ങൾ ആഗ്രഹിച്ച കാര്യമല്ലെങ്കിൽ വളരെയധികം ദുഃഖത്തോടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വേഗത്തിൽ നടക്കപ്പെടുന്നതാണ്. പണമിടപാടുകളിൽ നിങ്ങളെ പലരും പറ്റിക്കുവാനുള്ള സാധ്യതയും കാണുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയോടെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുക. ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ രണ്ടാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ഏതു കാര്യം ഏറ്റെടുത്താലും അത് സ്വന്തം കാര്യമായാലും മറ്റുള്ളവരുടെ കാര്യമായാലും വളരെ കൃത്യമായി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നവരാണ് നിങ്ങൾ. എത്ര ചെറിയ കാര്യമായാലും അത് വളരെ ഭംഗിയായി പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് നല്ലൊരു കഴിവുണ്ട്. നിങ്ങൾ ഏറ്റെടുത്ത കാര്യത്തിൽ ഒരിക്കലും മറ്റുള്ളവർക്ക് തർക്കിക്കേണ്ട ഒരു അവസ്ഥ വന്നു ചേരാറില്ല. ഏതു മേഖലയിൽ പ്രവർത്തിച്ചാലും അവരുടെ എല്ലാം ശ്രദ്ധ ആകർഷിക്കുവാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. ആത്മവിശ്വാസത്തോടെയും മനോബലത്തോടെയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ സമീപനം പല സമയത്തും മറ്റുള്ളവർക്ക് നല്ലൊരു ആശ്വാസമാണ് ലഭിക്കാറുള്ളത്. ലക്ഷ്യബോധം നല്ലതുപോലെ ഉള്ളവരാണ് നിങ്ങൾ. ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള പല അനുഗ്രഹങ്ങളും നിങ്ങളുടെ ലക്ഷ്യബോധം കൊണ്ട് മാത്രമാണ് കൈവന്നിരിക്കുന്നത്. എന്നിരുന്നാലും ചില പ്രത്യേക സങ്കടങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നു കരുതി എല്ലായ്പ്പോഴും വിഷമിച്ചിരിക്കാൻ ആഗ്രഹിക്കാത്തവരാണ് നിങ്ങൾ. ചില സാഹചര്യങ്ങളിൽ വിചാരിച്ച കാര്യങ്ങളിൽ വേണ്ട പോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസം അനുഭവപ്പെടാറുണ്ട്. ലക്ഷ്യം നേടാനായുള്ള പല അവസരങ്ങൾ വന്നു ചേർന്നാലും ചിലപ്പോൾ അത്തരം അവസരങ്ങൾ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷവും ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ സഹായിച്ചവരും മനസ്സറിഞ്ഞ് സ്നേഹിച്ചവരും ഒന്നും അതേ രീതിയിൽ നിങ്ങളോട് സഹകരിക്കാതെയും സ്നേഹിക്കാതെയും ഒക്കെ ഇരിക്കുന്നു. ഇത് നിങ്ങൾക്ക് വളരെയധികം മാനസികമായി പ്രയാസമുളവാക്കുന്ന ഒന്ന് തന്നെയാണ്. നിങ്ങളോട് അടുപ്പമുണ്ടായിരുന്നവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥയും ഉണ്ടാവുന്നു. പല പ്രശ്നങ്ങളിലൂടെ പോകുന്നു, എന്നാലും ഇതിനെല്ലാം മറികടക്കാൻ നിങ്ങൾക്ക് നിഷ്പ്രയാസം സാധിക്കും. പല ദോഷ സമയങ്ങളും ഭഗവാന്മാരുടെ കടാക്ഷത്തിൻ്റെ കുറവ് മൂലവുമാണ് പല കാര്യങ്ങളിലും ഇന്ന് നിലനിൽക്കുന്ന തടസ്സങ്ങൾ കാണുന്നത്. ഇത് തീർച്ചയായും താൽക്കാലികം മാത്രമാണ്. ഈശ്വരവിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളെയും സമീപിക്കുക. ആ ഒരു കരവലയം നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടുകളിൽ നിന്ന് കൈപിടിച്ചുയർത്തുന്നതാണ്. തൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ഉണ്ടാകുന്ന വിഷമകരമായ പെരുമാറ്റം മൂലം വിഷമിക്കുന്നൊരു മനസ്സാണ് നിങ്ങളുടേത്. അസൂയ, കുശുമ്പ് എന്നീ ദുഷ്ചിന്തകൾ ഒന്നും തന്നെ നിങ്ങളിലില്ല. സ്വന്തം വളർച്ചയിൽ അഹങ്കരിക്കുകയോ മറ്റുള്ളവരെ വില കുറച്ചു കാണുകയോ ചെയ്യാത്തവരാണ് നിങ്ങൾ. അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാത്തവരാണ് നിങ്ങൾ.
കുറച്ചു സമയം എടുത്താലും നിങ്ങളുടെ ന്യായമായ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറിക്കിട്ടുക തന്നെ ചെയ്യും. ഈശ്വര വിശ്വാസത്തോടെ മുന്നേറുക. ഭഗവാൻ നിങ്ങളെ എപ്പോഴും ഒരു സംരക്ഷണ വലയത്തിനുള്ളിൽ, ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ എപ്പോഴും ഉണ്ട് എന്നർത്ഥം. ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്.